നമ്മൾ ദുബൈയിലെ റോഡുകളിൽ ഇല്ലെങ്കിൽ ആ സ്പീഡ് ലൈനിൽ എന്താണ് ഡെലിവറി ബൈക്കുകൾക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്ന് പരിശോധിക്കാം. നവംബർ 1 മുതലാണ് ഈ നിരോധനം നിലവിൽ വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസുമാണ് ഈ പുതിയ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, എന്തുകൊണ്ട് ഈ നിയമത്തിലേക്ക് കടന്നിരിക്കുന്നു, എന്തൊക്കെയാണ് പാലിക്കേണ്ട കാര്യങ്ങൾ? ധന്യ, കോവിഡിന് ശേഷം ദുബൈയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ ഡെലിവറി മേഖലയിൽ ഉണ്ടായത്. ഈ മേഖലയിലേക്ക് കൂടുതൽ കമ്പനികൾ കടന്നു വരുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ കീറ്റ എന്ന് പറയുന്ന ചൈന കമ്പനി കടന്നു വന്നു. ആയിരക്കണക്കിന് ബൈക്കുകളാണ് ഓരോ നിമിഷവും ദുബൈയിലെ റോഡുകളിലൂടെ ഇത്തരത്തിൽ ഫുഡ് ഡെലിവറിയുമായി കടന്നു പോകുന്നത്. ഇവയുടെ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം ദുബായ് സർക്കാർ എടുത്തിരിക്കുന്നത്. നേരത്തെ 2021 മുതൽ അബുദാബിയിലും അജ്മാനിലും ദുബൈയിലും ഇത്തരം നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ഇന്ന് കൃത്യമായി ഏതൊക്കെ ലൈനിലാണ് ഡെലിവറി ബൈക്കുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുക എന്ന് ദുബായ് വ്യക്തമാക്കിയിരിക്കുന്നു. 5 ലൈനുകളുള്ള ഒരു റോഡിൽ ഇടതുവശത്തെ 2 ലൈനുകളിൽ ഡെലിവറി ബൈക്കുകൾ ഓടിക്കാൻ പാടില്ല എന്നാണ് പുതിയ നിയമം പറയുന്നത്. അതേപോലെ തന്നെ 4ഉം 3ഉം ലൈനുകളുള്ള റോഡിൽ 4ാമത്തെ ഇടതുവശത്തോട് ചേർന്ന ഏറ്റവും അവസാനത്തെ ലൈനിൽ ഡെലിവറി ബൈക്കുകൾ കടക്കാൻ പാടില്ല. പക്ഷേ 2 ലൈനുള്ള റോഡിലാണെങ്കിൽ ഈ 2 ലൈനുകളും ഈ ഡെലിവറി ബൈക്കുകൾക്ക് ഉപയോഗിക്കാമെന്നാണ് RTA വ്യക്തമാക്കിയിരിക്കുന്നത്. നവംബർ 1 മുതലാണ് ഈ നിയന്ത്രണം നിലവിൽ വരുന്നത്. ഈ വർഷം തന്നെ 76,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡെലിവറി ബൈക്കുകളുടെ പേരിൽ. അതേപോലെ തന്നെ 965-ലേറെ അപകടങ്ങൾ ഡെലിവറി ബൈക്കുകൾ ഈ വർഷം മാത്രം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ദുബായ് പോലീസിന്റെ കണക്കുകൾ. ഈ സാഹചര്യത്തിലാണ് വലിയ വേഗതയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന്റെ ഇടതുവശത്തെ സ്പീഡ് ലൈനുകളിലേക്ക് ഡെലിവറി ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ധന്യ.